അപ്പൊ നമ്മൾ ഇന്ന് കറങ്ങാൻ വേണ്ടി പോകുന്നത് ഖത്താറയിലേക്കാണ്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ ദോഹ അൽ ജദീദ. ഒരു 20 to 25 മീറ്റർ ഡീപ്പിലാണ് ഈ മെട്രോ സ്റ്റേഷൻ ഇരിക്കുന്നതെന്നാണ് ഞാൻ വായിച്ചത്. പിന്നെ ചില ഏരിയാസിൽ അല്ലെങ്കിൽ ചില ലൈൻ അനുസരിച്ച് 40 മീറ്ററോളം ഡീപ്പിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗൈസ്, ദിസ് മെട്രോ ഇസ് ഫുള്ളി ഇലക്ട്രിക്. ദേ ഓപ്പറേറ്റ് ഓൺ ഓട്ടോമേറ്റഡ് ഇലക്ട്രിക് സിസ്റ്റംസ്. മെട്രോന്റെ ഉള്ളിൽ ഇതേപോലെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ വന്നിട്ട് കാർഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മിനിറ്റുകളുടെ യാത്രക്കൊടുവിൽ നമ്മൾ ഖത്താറയിൽ എത്തി. അപ്പൊ ഗൈസ്, ഇതാണ് ഖത്താറ. നമ്മുടെ ഖത്തറിന്റെ ഒരു കൾച്ചറൽ ഹോട്ട്സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സൈഡിൽ മോഡേൺ ഹൈ എൻഡ് ഫാഷൻ സ്ട്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ മറുവശത്ത് നമുക്ക് അവരുടെ കൾച്ചറൽ ആർക്കിടെക്ചർ ഇൻസ്റ്റാളേഷൻ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഖത്താറയിലെ ആംഫി തിയേറ്ററിലേക്കാണ്. ഗ്രീക്ക് സ്റ്റൈൽ ആംഫി തിയേറ്റർ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ആർച്ച്ഡ് എൻട്രൻസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ 5000 സ്പെക്ടേറ്റേഴ്സിന് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. നമ്മൾ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുമ്പോഴേക്കും അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെ എവിടെ ഫ്രെയിം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അടിപൊളി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. ആ കാണുന്നതാണ് കേട്ടോ പേൾ ഖത്തർ. ഒരു ഐലൻഡ് തന്നെയാണ്. അവിടെയാണ് ഈ ലക്ഷറി ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത്. പേൾ ഖത്തർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും റിച്ചസ്റ്റ് പീപ്പിൾ താമസിക്കുന്ന ഒരു ഏരിയ ആയിട്ട് വേണമെങ്കിൽ കരുതാം. ഒരു VIP ഏരിയ. കുറച്ചു നേരം അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഒരു 6 മണി 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ചായ അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഷോപ്പൊക്കെ നോക്കി നടക്കുമായിരുന്നു. ഇവിടെ തന്നെ കുറെ റെസ്റ്റോറൻറ്റ്സും കഫേസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര കത്തി പ്രൈസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. ഇവിടെ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചു നേരം നടക്കുമ്പോൾ തന്നെ കാല് വേദനിച്ചു തുടങ്ങും. അത്രയും നടക്കാനുണ്ട്. അങ്ങനെ പപ്പനെ വിളിച്ചു ചോദിച്ചു ഇവിടെ അടുത്ത് എവിടെയാ നല്ല സ്ഥലമുള്ളത് സ്നാക്സ് ഒക്കെ കഴിക്കാനെന്ന്. പപ്പ പറഞ്ഞു പീജൻ ടവറിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. അങ്ങനെ നടന്ന് നമ്മൾ അവിടെ എത്തി. ദോഹ ലണ്ടൻ ആണെന്ന് തോന്നുന്നു പേര്. ഇവിടെ വന്നിട്ടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിക്കുന്ന സ്നാക്ക് ആണ് കേട്ടോ ഈ ചപ്പാത്തിയും നട്ടലയും. ചപ്പാത്തിയുടെ ഉള്ളിൽ നട്ടല ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് തരും. നട്ടല മാത്രമല്ല കേട്ടോ, വേറെയും കുറെ ഫില്ലിങ്സിന് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നട്ടലയാണ്. പിന്നെ കറക്കും കൂടി ഓർഡർ ചെയ്തു. അതുകൊണ്ട് കഴിച്ചപ്പോഴേക്കും സെറ്റായി. എനിക്കൊരു ചപ്പാത്തി കൊണ്ട് വിശപ്പാണെങ്കിലെ കൈസ് ഞാൻ പിന്നെയും ഓർഡർ ചെയ്ത് പിന്നെയും കഴിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോഴേക്കും നേരത്തെ പറഞ്ഞ പീജൻ ടവർ കണ്ടു. തൊട്ടടുത്തൊരു മോസ്കോ ഉണ്ടായിരുന്നു. കാല് ചെറുതായിട്ട് വേദനിച്ചു തുടങ്ങിയോണ്ടും ഇരുട്ടായതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ പ്ലാനറ്റേറിയം കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന്. ഈ ആസ്ട്രോണമിയും ജിയോളജി അറ്റ്മോസ്ഫിയറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ഇൻസ്റ്റാളേഷൻസ് അവിടെ കണ്ടിട്ടോ. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടും. ദേ ഗൈസ്, ഞാൻ ഭൂമിനെ എടുത്ത് കറക്കുന്നത് കണ്ടോ. ഇവിടെ കുറെ ഇങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ചേട്ടനും കുറെ നേരം ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഈ റോക്കറ്റിനെ ഉണ്ടല്ലോ, നമ്മള് ബേർഡ്സിനെയും എയറോപ്ലെയിൻ ഒന്നും മുട്ടിക്കാണ്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകണം. നമ്മളിങ്ങനെ നീക്കി കൊടുത്താൽ മതി. പ്ലാനറ്റേറിയം ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാട്ടോ ഞങ്ങൾ അവിടെ കയറി ചെന്നത്. എന്നിട്ട് പിന്നെ കുറച്ചങ്ങനെ കറങ്ങി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. തിരിച്ച് ഇത്രയും ദൂരം ഇനിയും നടക്കണമല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഇവിടെ ഗോൾഫ് കാർട്ട് സർവീസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പോവാന്ന് കരുതി. അപ്പൊ ഭാഗ്യത്തിന് ഒരാൾ അതിൽ കൂടി പോയപ്പോഴേക്കും ഞങ്ങൾ വേഗം ചാടി കയറി. കറക്റ്റ് മെട്രോന്റെ ഫ്രണ്ടിലല്ല, അതിന് മുമ്പായിട്ടാണ് അവർ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. അപ്പൊ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.